ശ്രീ ഗോപിനാഥൻ, ഇന്ന് CITUവിൻ്റെ നേതൃത്വത്തിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനിലേക്ക് പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നല്ലോ. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ നടപടികളിലുള്ള വലിയ വിയോജിപ്പ് CITU രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ സാഹചര്യം പൊതുവിൽ പരിശോധിച്ചാൽ ഈ സാഹചര്യം മനസ്സിലാക്കി KSEBക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? റെഗുലേറ്ററി കമ്മീഷൻ ആ അർത്ഥത്തിൽ അതിനോട് വളരെ സമയബന്ധിതമായി പ്രതികരിച്ചോ? അങ്ങനെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ കുറെ കൂടി കാര്യങ്ങൾ KSEBക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധ പരിപാടി ഇന്ന് CITU സംഘടിപ്പിച്ചത്? അല്ല, കേരളത്തിൽ നേരത്തെ ശരത്ത് സൂചിപ്പിച്ച പോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉഷ്ണതരംഗമുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. തെക്കൻ കേരളത്തിനകത്ത് അത്രയും ഒരു വലിയ ചൂട് പ്രതിഭാസം നമുക്ക് സാധാരണ ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം 47 ഡിഗ്രി അതിന് മുകളിലൊക്കെ ഉയർന്നു കഴിയുന്ന വിധത്തിലേക്ക് താപനില കഴിഞ്ഞ 2 മാസം കൊണ്ട് അനിയന്ത്രിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്നുള്ളത് 1998 റെഗുലേഷൻ ആക്ട് വന്നതിന് ശേഷം അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ള വസ്തു എല്ലാവർക്കും അറിയാം. റെഗുലേറ്ററി കമ്മീഷനാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നിർദ്ദേശങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അദാലത്ത് നടത്തിക്കൊണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ഒരു സംവിധാനമായത്. സാധാരണ ഇലക്ട്രിസിറ്റി ബോർഡും സംസ്ഥാന ഗവൺമെൻറ്റുമാണ് ഇത് മാനേജ് ചെയ്യേണ്ടത്. ഇത് കേരള നിയമസഭയ്ക്ക് പോലും വളരെ ലീസ്റ്റായിട്ടുള്ള അധികാരം കൊടുത്തുകൊണ്ട് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ വന്നതിന് ശേഷം വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ദുര്യോഗം, ഈ നിയന്ത്രണം കടുത്തതാവാൻ കഴിയുന്ന വിധത്തിലേക്ക് വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്നതനുസരിച്ച് അത് നമുക്ക് സ്വയം പര്യാപ്തമായി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പതുക്കെ മാറുകയാണ്. അങ്ങനെ മാറുന്നതിന് പ്രധാനപ്പെട്ട കാരണം സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഈ കാര്യത്തിലുള്ള കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർ ഇന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന്, അവിടെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാൻ ആർക്കും കഴിയാത്ത വിധത്തിലേക്ക് INTUC, AITUC, CITU ഇങ്ങനെ 3 സംഘടനകൾ ഒരുമിച്ചാണ് ആ പ്രതിഷേധത്തിൽ വന്നത്. റെഗുലേറ്ററി കമ്മീഷൻ്റെ മുമ്പാകെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർ തന്നെ പറയുന്നത് ബോർഡ് മാനേജ്മെൻറ്റ് ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നമുക്ക് ഒരു പ്രിക്വേഷൻ വേണ്ടി വരും എന്ന് കണക്കാക്കിക്കൊണ്ട് ഏപ്രിൽ 8-ാം തീയതി ഒരു അപേക്ഷ കൊടുത്തു. നമുക്ക് പുതിയ വൈദ്യുതി വേറെ വാങ്ങേണ്ടി വരും എന്ന് കണക്കാക്കിക്കൊണ്ട് അപേക്ഷ കൊടുത്തു. അതുമേ തീരുമാനമെടുത്തില്ല. ഏപ്രിൽ 8 കൊടുത്ത് ഈ ദിവസം വരുന്തോറും ചൂട് കൂടുന്നു, വൈദ്യുതി ഉപഭോഗം ഇങ്ങനെ കൂടി വരുന്നു. അത് ഏതാണ്ട് 117.88 മില്യൺ യൂണിറ്റിലേക്കൊക്കെ വരുന്ന, അത്രയും ദശലക്ഷം യൂണിറ്റിലേക്കൊക്കെ വരുന്ന സ്ഥിതി വരുമ്പോൾ അതൊക്കെ റെക്കോർഡാണ്. അത്തരത്തിലൊരു സ്ഥിതി വരുമ്പോൾ റെഗുലേറ്ററി കമ്മീഷനല്ലേ ഇത് റെഗുലേറ്റ് ചെയ്യേണ്ടത്? അതിനല്ലേ ആ സ്ഥാപനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അവർ ആ 8-ാം തീയതി കിട്ടിയ അപേക്ഷയമേൽ മൗനം പാലിച്ചുകൊണ്ട് അവസാനം 22-ാം തീയതി തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു. അവസാനം 22 കഴിഞ്ഞ് 24-നാണ് 250 മെഗാവാട്ട് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ, അത് 10 രൂപയ്ക്ക് നിരക്ക് നിശ്ചയിച്ചുകൊണ്ടൊരു നിർദ്ദേശം തന്നത്. വാസ്തവത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഓപ്പൺ ഗ്രിഡിനകത്ത്, സെൻട്രൽ ഗ്രിഡിനകത്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നല്ല ശ്രമം നടത്തുന്നുണ്ട്. എന്താണ് ഒടുവിലത്തെ സ്റ്റാറ്റസ് എന്ന് എനിക്കറിയില്ല, ലഭ്യമായോ ഇല്ലയോ എന്നറിയില്ല. ഇതാണൊരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് യഥാസമയം തീരുമാനമെടുക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡിനപ്പുറമായി കേന്ദ്ര ഗവൺമെൻറ് തന്നെ കൊണ്ടുവന്ന റെഗുലേഷൻ ആക്ടിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റി ഈ കാര്യത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അതിനെ സഹായിക്കുന്ന വിധത്തിലേക്ക് ക്രൈസിസ് മാനേജ്മെൻറ്റിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായിട്ട്. ഗോപിനാഥൻ, കമ്മീഷൻ അങ്ങനെ 10 രൂപ യൂണിറ്റിന് വൈദ്യുതി വാങ്ങാം പുറത്തുനിന്ന് എന്ന് പറയുമ്പോൾ, പക്ഷേ ഇപ്പോഴത്തെ റേറ്റ് അത്രയും തന്നെ ഇരട്ടിയല്ലേ? 20 രൂപയല്ലേ യൂണിറ്റിന് വില? കമ്മീഷൻ നിർദ്ദേശം നിലനിൽക്കുമോ, പാലിക്കാനാകുമോ? ഒരിക്കലും പാലിക്കാൻ കഴിയില്ല. വൈദ്യുതി സ്കേർട്ട് സിറ്റിയിലേക്ക് ഇവിടെ വരും. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് കേരളത്തെ പതുക്കെ തള്ളിവിടുന്നത് എന്തുദ്ദേശത്തിലാണ് റെഗുലേറ്ററി കമ്മീഷൻ ഇങ്ങനെ ഒരു മൗനം ഈ കാര്യത്തിൽ ഒരു കുറ്റകരമായിട്ടുള്ള അനാസ്ഥ പ്രകടിപ്പിച്ചതെന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ് ഇന്ന് ശക്തമായിട്ടുള്ള വലിയ പ്രതിഷേധം ജീവനക്കാരുടെ ഇടയിൽ വന്നത്. അൾട്ടിമേറ്റായിട്ട് ഈ ദുരന്തത്തിന് പരിഹാരമുണ്ടാകുന്നത് വരെ ഈ ജീവനക്കാരല്ലേ സമാധാനം പറയേണ്ടത്. അവർ ആത്മാർത്ഥമായി പണിയെടുക്കുന്നവരാണ്. കോവിഡ് കാലത്തും അതുപോലെ പ്രളയ സന്ദർഭത്തിലും ഒക്കെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ എത്ര അവരുടെ പെർഫോമൻസ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ലോകത്തൊരു റെക്കോർഡുണ്ടോ എന്നറിയില്ല. ഇലക്ട്രിസിറ്റി ജീവനക്കാർ നഗരങ്ങളിലാണെങ്കിലും പഞ്ചായത്തുകളിലാണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ SOP വെച്ച്, സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് വെച്ചുകൊണ്ട് അവർ ഇത്ര മണിക്കൂറിനുള്ളിൽ മെയിൻ്റനൻസ് പൂർത്തീകരിക്കണം. ആ മെയിൻ്റനൻസ് പൂർത്തീകരിക്കുന്നതിന് വാർ ഫുട്ടിംഗ് ആയിട്ട് അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ എല്ലാവരും കലവറയില്ലാതെ അപ്രീഷിയേറ്റ് ചെയ്തതല്ലേ.